ഇപ്പം തിരുവനന്തപുരം എന്ന് അഭിമാനിക്കുന്ന കുറെ ആൾക്കാർ എനിക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ പോർട്ട് വിഴിഞ്ഞം എന്ന് പറഞ്ഞൊരു പേരിലായി? അതിനെപ്പറ്റി എന്താണ് പറയാൻ? വിഴിഞ്ഞം സ്ഥലത്തിന്റെ പേര് വിഴിഞ്ഞം എന്നുള്ളതായതുകൊണ്ട് ആ പേര് മാറ്റാൻ ഇപ്പൊ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലും അതായത് ജില്ലയിലെ പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. ഇപ്പം കൊച്ചിയിലാണെങ്കിൽ പ്രദേശത്തിന്റെ പേരിലായിരിക്കും തോന്നുന്നു. പലപ്പോഴും തിരുവനന്തപുരത്തുള്ള എന്തുകൊണ്ട് നമ്മളെ നാടിന്റെ പേര് മൊത്തോടെ വെച്ചില്ല എന്ന് ചോദിച്ചു കേട്ടോ. കണ്ടോട് ചോദിച്ചതേ ഉള്ളൂ. അല്ല, പേരിപ്പോ വിഴിഞ്ഞവും അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായി വരാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും ഈ പേര് കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പേരാണല്ലോ എന്നുള്ളൊരു രീതിയിൽ ആളുകൾ ഇപ്പോൾ വളരെയധികം ആകർഷണീയതയോടുകൂടി തീർച്ചയായിട്ടും അത് നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യൂണിയൻ ഷിപ്പിംഗ് മിനിസ്റ്റർ അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴും ആദ്യം ഞങ്ങളോട് പറഞ്ഞത് അതായിരുന്നു, വളരെ രസകരമായിട്ടുള്ള ഒരു പേരാണല്ലോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ജിജ്ഞാസ എന്നുള്ളത് ശരിക്കും എല്ലാവരിലേക്കും ഇപ്പൊ പകരുന്നുണ്ടെന്ന് തോന്നുന്നു, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളവരിൽ. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ അടുത്തും പേര് മാറ്റണം, തിരുവനന്തപുരം ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികളുടെ, തിരുവനന്തപുരത്തെ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ള അനവധി മറ്റു വ്യക്തികൾ എൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. പേരിനെ കുറിച്ചുള്ള അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും സർക്കാരിനെയും അറിയിക്കും, പരിഗണിക്കാം. പക്ഷെ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതിപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെയൊക്കെ പോലെ സ്വന്തം പേര് നമ്മളല്ലല്ലോ തീരുമാനിച്ചത്. അപ്പോ അങ്ങനെ അതിലെനിക്കൊരു ജഡ്ജ്മെന്റ് എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം, കാലക്രമേണ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ തുറന്ന മനസ്സോടുകൂടി ഞാൻ രണ്ടിനെയും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതെ തീർച്ചയായിട്ടും. എപ്പോഴും ലോകം പുതുമയാണല്ലോ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു തലമുറ എപ്പോഴും പുതുമയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുവരെ കേട്ട് തഴമ്പിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സംഭവം വരുമ്പോൾ, അതൊരു പേരാണെങ്കിൽ പോലും ഒരു പുതിയ സംഭവം വരുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ആവേശമാണ് വരുന്നതെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തുകാരല്ലാതെ പുറത്തുള്ളവർക്ക് വിഴിഞ്ഞം എന്നുള്ളത് ഒരു പുതിയ പേരാണ്. അധികം കേൾക്കാൻ സാധ്യതയില്ലാത്ത അക്ഷരങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു പേരാണ്. അങ്ങനെ